എന്തിനാണ് ടയർ ഉരുട്ടി കളിക്കണേ? ഞാൻ ടയർ ഉരുട്ടി കളിച്ചൊന്നുമല്ല, ഇതിന്റെ കണ്ടീഷൻ നോക്കിയത്. ഇതിന്റെ കണ്ടീഷൻ ഭയങ്കര മോശം. ഓഹോ, കണ്ടീഷൻ ഞാൻ നോക്കിയേക്കാൻ നീ നോക്കണ്ട കേട്ടാ. പോയി 10-12 സ്പാനർ എടുത്തോണ്ടോ. ചുമ്മാ ഇരിക്കാനും സമ്മതിക്കൂല. നിന്റെ പൊന്നു മക്കളെ, നിന്റെ വയറ്റിളക്കവും എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇതിനെ ഒന്ന് മാറ്റി വെച്ച്. 10-12 ഇല്ല, ആകെ 5-6 ഉണ്ട്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ്. ഇതിന് 5-6 ഉണ്ടാ. 10-12 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാ? സ്പാനറിന്റെ സൈസാ കേട്ടാ. എന്നെ 5-6 എടുത്തോണ്ട് വരാൻ പറഞ്ഞേരാ. കൊണ്ടുപോയടാ. ഞാൻ ചുമ്മാ കൂടി പറഞ്ഞു വിട്ടത്. ആശനെ, ആ പറഞ്ഞ മോശമായിപ്പോയി. എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാൻ ഇറങ്ങി വന്നതാണ്. നീ മണ്ടന, എന്നെ കൂടെ മണ്ടനാക്കല്ലേ. ഇനി മണ്ടനാക്കാനായിട്ടൊന്നുമില്ല. പിണങ്ങിയിരിക്കണോ? അല്ല, ആ ചായ വീണത് പൊള്ളിയാ? ചായ പൊള്ളിയില്ല. ആ, അപ്പൊ ശരിയേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നല്ല മിടുക്കനായിട്ട് പണിയൊക്കെ പഠിച്ച് തെളിഞ്ഞ് ഒരു ഗുഡ് മെക്കാനിക് ആയിട്ട് വരണം. എന്റെ ചിന്നു, നീ എന്റെ ഹൈറ്റ്സിലോട്ടുള്ള കരിയറാണ് നീ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. ഈ മെക്കാനിക് എന്ന് പറഞ്ഞാൽ അത്ര പൊട്ട പണിയൊന്നും അല്ല. നിങ്ങൾ ആ പണി അങ്ങോട്ട് പഠിച്ച് വന്നോണ്ടല്ലോ, ആ മേഖലയിലെ സൂപ്പർ സ്റ്റാർ ആണ്. ടോപ്പ് കമ്പനീസ് ഒക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകും നിങ്ങളെ. അല്ല പിന്നെ കൊത്തിക്കൊണ്ടുപോയിട്ട് കൊത്തി കൊല്ലായിരുന്നു നീ. ചേട്ടാ, ചുമ്മാ അങ്ങനെ നെഗറ്റീവ് അടിക്കാതെ ചിരിച്ച് നോക്കട്ടെ. ചിരി. ഷർട്ടിലൊക്കെ ചായയായി. ഷർട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്ത. ആ, ഏത് ഷർട്ട്? നീ വാങ്ങിച്ചത്. ആര് പോയപ്പോ ആര് വാങ്ങിച്ചു? ഞാൻ പോയപ്പോ നീ വാങ്ങിച്ചു. ആ, പോട്ട്. ബാ ബാ, ഉഷാറായിട്ട് എണീക്ക്. ഉഷയല്ല, ഉഷാർ. ആ ശരി, പോയിട്ട് വാ. ഇത് സ്നേഹമില്ലാതെ പോവാണ്. ഒരു പിടി കേബിള് തന്നെ നോക്കട്ടെ. ഇവിടെ എന്തിനാണ് ആശാനെ, ഇതിന്റെ ഇഞ്ചിൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ കഞ്ഞിപ്പാറ്റ് ഏറ്റാ പോയത് കേട്ടാ. അവൻ വണ്ടി നന്നാക്കണം. ഇങ്ങോട്ട് അറിയണ ചുമ്മാ ആറ്റല്ലാതെ എന്നെ തൊലച്ചു വയ്ക്കുവേനെ. ഞാൻ പരിചയമുള്ള കാലുപോലെ തോന്നണല്ലേ. ആശാന്റെ പരിചയമുള്ള ഒരാള് തന്നെ. ആര്? ആശാന്റെ മോൻ. എന്റെ മോനാ? ഓ മക്കളാ, കണ്ടുപാടി അവൻ പണിയണ കണ്ടാ. നോക്കട്ടെ. ഇവൻ ജീവനുണ്ടോ? ആശാന്റെ മോൻ തന്നെ. ആത്മാർത്ഥമായിട്ട് മൊബൈലിൽ കളിക്കുന്നു. മൊബൈലിൽ കളിക്കുന്ന? ഓ, ഇങ്ങോട്ട് ഇറങ്ങി. നീ അവിടെ എന്തിനുള്ളത്? ചെറിയൊരു സംഭവം. എന്തിന്? കാട് പോ. ഓ, ഇതാണ് പണി പഠിക്കുന്ന പറഞ്ഞ അകത്ത് കയറി ചീട്ടി കളിച്ചോണ്ടിരിക്കുന്ന. മൂന്നാർ പോണോ? മൂന്നാർ പോണോ? എവിടെ? 10-20,000 രൂപ കയ്ക്കോ? എവിടെ നിന്ന് കിട്ടുന്ന 20,000? ആഷിക്ക് പറഞ്ഞു. ആഷിക്ക? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കല്ലേ. ഒരു മൊബൈൽ ഉണ്ടാക്കണം കുത്തി. അച്ഛന് റമ്മിയാണ്, റമ്മി. എന്തിന് ചൂത് കളിക്കാൻ പോണത്? അച്ഛൻ ചൂത് കളിക്കാൻ പോണ്ട, വീട്ടിൽ നിന്ന് കളിച്ചാ മതി. അവിടെ പോണ്ട. പിന്നെ ചെന്നില്ല, ഒരു മിനിറ്റ് ഒരു കാട് വാങ്ങി. നീ എന്നെയും കൂടെ പറയിപ്പിക്കോടാ. ഞാൻ തോന്നിയത് എന്തിനാ ഉണ്ണി? എന്താ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? പണിയാന്ന് പറഞ്ഞ വണ്ടിയുടെ അടി കയറി ഇരുന്നോണ്ട് ചുമ്മാ മൊബൈലിൽ കുത്തി കളിക്കുന്നു. ഓ, ഇവനെ കൊണ്ട് തോറ്റു കേട്ടോ. എടാ, കാര്യം എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ അച്ഛനുണ്ടല്ലോ, ഈ തൊഴിൽ എത്ര വരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവർ ഈ തൊഴിൽ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഭാവിയിൽ നീ എത്ര വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാലും വേണ്ടേ, കൈവാക്കിന് ഇതുപോലൊരു തൊഴിൽ നീ പഠിച്ചിരിക്കണം. മനസ്സിലായി പറയുന്നേ? ഓ അപ്പജി, എന്തെവിടെ കളിക്കുന്നത്? ഞാൻ അടുത്ത് തലപൊടിയും കേട്ടോ. പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. ഉണ്ണി, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഇവൻ ഈ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് തലയിൽ ഒന്ന് കൊടുത്തേരെ. കേട്ടാ പറഞ്ഞത്? അപ്പജി ഇത് അതുപോലെ ചെയ്യണ ആളാണ്. ചെയ്യട്ടെ. നീ കാണിച്ചാ ചെയ്യും. നീ കാണിച്ചാ ഞാൻ ചെയ്യും. മൊബൈൽ കൈ കൊണ്ട് തൊട്ടാലേ ഞാൻ പറഞ്ഞത്.
അനുസരിക്കും ആശം പറഞ്ഞു. അച്ഛാ അച്ഛൻ്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ പൈസ ഉണ്ടാക്കാൻ വേറൊരു വഴിയുണ്ട്, അറിയാം? എന്തരാണ്? ആ അങ്ങനെ വാ, ഇരി ഏ? ഇരി എന്തിനി? ഇരി ഇരുന്നാലേ പറഞ്ഞത് കാണാൻ പറ്റും. നീ കാര്യം പറയടേ. കണ്ടാ, ഇത് കളിച്ച ഏ? പൈസ എത്ര മാറുമെന്ന് അറിയാമോ? ഒരു ഗെയിമില് കുറഞ്ഞ 250 രൂപ കയറാൻ ഒരു മണിക്കൂറോട് 2,000 രൂപ ഉണ്ടാക്കും. നീ എന്നെ ഒന്ന് കൊന്നുതരാമോ? കൊന്നുതരാമോ? നിന്റെ അമ്മച്ചിയുടെ ഗെയിം കൊണ്ട് പോരാടുന്നു.